ദേവരാഗം. രചന സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 2. ഒരു പ്ലാസ്റ്റിക് കവർ പൊട്ടി അതിൽ നിന്ന് റോഡിലേക്ക് ചിന്നിച്ചിതറി കിടക്കുന്ന തക്കാളിയും പച്ചമുളകും ഉള്ളിയും പാവയ്ക്കയും. ഒരു മിൽമ പാറലിൻ്റെ കവർ പൊട്ടി റോഡിൽ കൂടി അത് ഒഴുകി പരന്നിരിക്കുന്നു. മറ്റെന്തൊക്കെയോ പലചരക്ക് സാധനങ്ങൾ പേപ്പറിൽ കെട്ടിയത്, ചിലത് അഴിഞ്ഞും ചിലത് അഴിയാതെയും കിടപ്പുണ്ട്. അതെല്ലാം ഓടിച്ചു വിട്ടോന്ന് നോക്കിയിട്ട് വൈശുവിൻ്റെ കണ്ണുകൾ വീണ്ടും മഹാദേവനിൽ എത്തി നിന്നു. ഇത്രയല്ലേ പോയുള്ളൂ, അല്ലാതെ ചേട്ടന് വേറെ കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. താഴെ വീണ് കിടക്കുന്നതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവൾ വീണ്ടും മഹാദേവനോട് എടുത്തു ചോദിച്ചു, ഇത്രയല്ലേ പോയുള്ളോന്നോ? ഈ കിടക്കുന്ന സാധനങ്ങളൊക്കെ നിന്റെ കണ്ണിൽ ഒരു വിലയില്ലാത്തതാണോ? അവളുടെ ചോദ്യം കേട്ട് മഹാദേവൻ മുഖം മുറുക്കി. അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ലോ പറഞ്ഞത്. അവൾ തിരുത്താൻ ശ്രമിച്ചു. പിന്നെ എങ്ങനെയാണോ ഉദ്ദേശിച്ചത്? നിന്നെപ്പോലെ പത്രാസ് പിടിച്ച് നടക്കുന്നവർക്കൊന്നും സാധാരണക്കാരുടെ വില അറിയില്ല. ആ കിടക്കുന്ന ഒരു കവർ പാലിൻ്റെ വില എത്രയാണെന്ന് നിനക്കറിയാവോ? അവൻ റോഡിൽ ഒഴുകി പരന്നു കിടക്കുന്ന പാലിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അലറി. ഇല്ല എന്ന രീതിയിൽ പെണ്ണ് തലയാട്ടി. എന്നും രാവിലെ വീട്ടിലെ മെയ്ഡ് തൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് തരുന്ന ബൂസ്റ്റിട്ട പാല് മാത്രം കുടിച്ച് ശീലമുള്ള തനിക്ക് ഒരു കവർ പാലിൻ്റെ വില എങ്ങനെ അറിയാനാണ്? അവളപ്പോൾ മനസ്സിൽ ചിന്തിച്ച അതായിരുന്നു. 28 രൂപ. ഈ കിടക്കുന്ന തക്കാളിക്ക് 1 കിലോയ്ക്ക് എത്ര രൂപയാണെന്ന് നിനക്കറിയാവോ? അവൻ്റെ വിരലപ്പോൾ റോഡിൽ ചതഞ്ഞു കിടക്കുന്ന തക്കാളിയിലേക്ക് നീണ്ടു. അതിനും അല്ല എന്നായിരുന്നു വൈശാഖിയുടെ ഉത്തരം. ഈ കിടക്കുന്ന പാവയ്ക്കോ, പച്ചമുളകിനോ, പരിപ്പിനോ? അവൻ ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അറിയില്ല. എല്ലാത്തിനും അവൾ ആ ഒറ്റ മറുപടി തന്നെ കൊടുത്തു. അല്ലെങ്കിൽ തന്നെ ബാംഗ്ലൂർ സിറ്റിയിൽ സ്വന്തമായ 5-6 മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ ഉടമയായ ഡോക്ടർ രാജശേഖരൻ്റെയും ഡോക്ടർ നന്ദിതയുടെയും ഒറ്റ മകളായ വൈശാഖി രാജശേഖരന് ഇതിനെക്കുറിച്ച് എന്ത് ധാരണ ഉണ്ടാവാനാണ്? അറിയാൻ മേലാത്തവൾ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ചു ഓടിക്കണം, അല്ലാതെ പാവപ്പെട്ടവൻ്റെ വയറ്റത്തടിച്ചിട്ടാവരുത്. ചെക്കൻ നിന്ന് കത്തി. മഹാദേവ വിട്ടേക്ക്. എന്തൊക്കെയാണ് അതൊരു പെങ്കൊച്ചല്ലേ? നാൽക്കവലയിലെ റബ്ബർ കടയുള്ള തോമസ് മാപ്പിള അപ്പോഴേക്കും അവരുടെ ഇടയിൽ കയറിയിരുന്നു. അത് ശരി, എങ്കിൽ അച്ചായനൊരു കാര്യം ചെയ്യേ. കിടക്കുന്ന സാധനങ്ങളുടെ എല്ലാം വില അച്ചായൻ്റെ കടയിൽ നിന്ന് എടുത്തോണ്ട് വാ. എങ്കിൽ ഞാൻ ഈ പെങ്കൊച്ചിനെ വെറുതെ വിട്ടേക്കാം. മഹാദേവൻ അയാളെ നോക്കി പുച്ഛിച്ചു. പിന്നീട് തോമസ് ഒന്നും സംസാരിക്കാൻ പോയില്ല. പതുക്കെ അവിടെ നിന്നും ഒരിളിച്ച ചിരിച്ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറി. ഞാൻ കാശ് വന്നോളാം. എല്ലാവരുടെയും മുൻപിൽ നാണം കെടുന്നതിൻ്റെ സങ്കടം അവളുടെ സംസാരത്തിൽ ആവോളം ഉണ്ടായിരുന്നപ്പോൾ. ആഹാ, അപ്പോൾ നോട്ട് കൊണ്ട് ഡീൽ ചെയ്യുന്ന ആളായിരുന്നല്ലേ? ഇതൊക്കെ നേരത്തെ പറയണ്ടേ കൊച്ചേ? അല്ലെങ്കിൽ തന്നെ പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം. മഹാദേവൻ താടി ഒഴിഞ്ഞുകൊണ്ട് എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചു. അതേസമയം വൈശാഖി അവൻ്റെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കി നിന്നു. എല്ലാം കൂടെ കൂട്ടി 523 രൂപ. വേഗം എടുക്ക്. അവൻ ഒരു വട്ടം കൂടി മുണ്ടു മുറുക്കി കുത്തിക്കൊണ്ട് അവളുടെ മുൻപിൽ നെഞ്ചും വിരിച്ചു നിന്നു. ഇപ്പോൾ എടുത്തു തരാം. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു അവൾക്കപ്പോൾ. വൈശാഖി ഒരു നിമിഷം പോലും പാഴാക്കാതെ ഡോർ തുറന്ന് ബാഗ് കയ്യിലേക്ക് എടുത്തു. എന്നിട്ട് അതിൽ നിന്ന് ഒരു 500-ൻ്റെ നോട്ടും ഒരു 50-ൻ്റെ നോട്ടും എടുത്തു. ഇന്നാ. ധൃതിയിൽ ചെന്ന് അവൻ്റെ നേർക്ക് ക്യാഷ് നീട്ടി പെണ്ണ്. ചില്ലറ എടുത്തോണ്ട് വാ. 500 കയ്യിൽ വാങ്ങിയിട്ട് 50 അവൻ വാങ്ങാതെ ഇരുന്നു. എൻ്റെ ചില്ലറയില്ല, ഇതേ ഉള്ളൂ. ഇതുപോലെ ഒരൊച്ചയെ സ്വന്തം ജീവിതത്തിൽ ആദ്യമായി കാണുന്നതിൻ്റെ പകപ്പിലായിരുന്നു വൈശാഖി ആ നേരം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്കിപ്പോൾ തന്നെ ബാക്കി കാശ് കിട്ടണം. അവൻ കട്ടായം പറഞ്ഞു. എൻ്റെ ഇതേ ഉള്ളൂ, ചേട്ടൻ ബാക്കി വെച്ചോ. മനസ്സിലുള്ള കലിപ്പ് അവനോടുള്ള പേടിയിൽ ഒന്നൊതുക്കി വെച്ചു പെണ്ണ്. അത് പറഞ്ഞാൽ എങ്ങനെയാ? അവിടെ നില്ല്. അവളുടെ കയ്യിൽ നിന്നും 50 രൂപ വാങ്ങി തൊട്ടടുത്തായി കാണുന്ന മാടക്കടയിലേക്ക് കയറി ചെക്കൻ. എന്നിട്ട് 50 രൂപയുടെ ചില്ലറ വാങ്ങി തിരിച്ചു വന്നു. ഇന്നാ വിടി. ബാക്കി വന്ന 27 രൂപ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് മഹാദേവൻ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ആ പിശുക്കൻ്റെ മുമ്പിൽ തന്നെ പോയി ചാടിയല്ലോ കൊച്ചേ നീ. 10 പൈസ വെറുതെ കളയാത്ത 6 പിശുക്കനാ പോയത്. അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവൻ എന്ന പഴഞ്ചൊല്ല് തന്നെ നമ്മുടെ മംഗലത്ത് മഹാദേവനെ കണ്ടിട്ടാ ഉണ്ടാക്കിയെന്ന എനിക്ക് തോന്നുന്നേ. എന്നാലും ഒരു പെങ്കൊച്ചിനോട് അവൻ ഇങ്ങനെ ചെയ്യരുതായിരുന്നു.
ഇത് കുറച്ച് കടന്നു പോയി. നീ ആ പെങ്കൊച്ചിട്ടിരിക്കുന്ന തുണിയും മണിയൊക്കെ കണ്ടോ? അതിന് സ്വന്തമായിട്ട് കാറും ഉണ്ട്. ഏത് വീട്ടിലെ ആണോ ആവോ. മഹാദേവൻ പോയതും കൂടി നിന്ന ഓരോരുത്തരും പിറുപിറുത്തുകൊണ്ട് പിരിഞ്ഞു പോകുന്നത് അവൾ ശ്രദ്ധിച്ചു. ഈശ്വര, ഇങ്ങനെയുണ്ടോ മനുഷ്യർ, എച്ചികള്. തിരിഞ്ഞു കാറിലേക്ക് കയറുമ്പോൾ മംഗലത്ത് മഹാദേവൻ എന്ന പേരും അയാളോടുള്ള ദേഷ്യവും വൈശാഖിയുടെ ഉള്ളിൽ വേറുറച്ചു പോയി കഴിഞ്ഞിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം നാട്ടിൻ പുറത്ത് പഠിക്കാൻ വന്നത് അബദ്ധമായി പോയോ എന്നൊരു ചിന്ത അവളെ വന്നു പൊടുന്നനെ മൂടി. എന്താടാ ഇത്രയും താമസിച്ചേ? നിനക്കിന്ന് കോളേജിൽ പോകണ്ടല്ലേ? കയ്യിലിരുന്ന കവർ അടുക്കളയിൽ കൊണ്ടുവച്ചതിന് ശേഷം തിരിഞ്ഞു നടക്കുന്ന മകൻ്റെ മുറുകിയ മുഖം കണ്ടിട്ട് ലക്ഷ്മി സംശയത്തോടെ ചോദിച്ചു. ഓരോരുത്തന്മാർ വന്ന് മുന്നിൽ ചാടിയതാ, ആവശ്യമില്ലാത്ത ഓരോരോ ഗുലുമാല്. ചെക്കൻ പല്ല് ഞെരിച്ചു. എന്ത് പറ്റി ദേവാ? അവർ ചെയ്തുകൊണ്ടിരുന്ന പണി നിർത്തി മകൻ്റെ നേരെ തിരിഞ്ഞു. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് ഓരോ മുതലുകളൊക്കെ ഇറങ്ങിക്കോളും മനുഷ്യൻ്റെ സമയം കളയാനായിട്ട്. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവൻ അടുക്കളയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഈ ചെക്കൻ ഇത് എന്ത് പറ്റിയതാണോ ആവോ? ഇനിയിപ്പോൾ ആരോടേലും വഴക്കു കൂടിയോ? മകൻ പോകുന്ന വഴിയെ നോക്കി അവർ സംശയത്തോടെ പിറുപിറുത്തു. നിനക്ക് നിന്റെ പിശുക്കമ്മോനെ ഇതുവരെയായിട്ടും മനസ്സിലായില്ല അല്ലേ ലക്ഷ്മി? ആരോടേലും അടി കൂടുവാൻ ഇവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നീ എപ്പോഴേലും കണ്ടിട്ടുണ്ടോ? അതൊക്കെ എൻ്റെ മോനെ പോലുള്ള നല്ല യൂത്ത് ചക്കന്മാരെ കൊണ്ടേ പറ്റൂ. അല്ലാതെ മുതുക്ക് പിടിച്ച നിന്റെ മോനെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റത്തില്ല. ഇതാരോടും ഉള്ള ചില്ലറ പ്രശ്നമാ. എന്തായാലും ഇന്ന് പണി കൊടുത്തത് ഒരു പെങ്കൊച്ചാണെന്നാ തോന്നുന്നത്. മോന്ത ഒരു കൊട്ടയ്ക്കുണ്ട്. അടുക്കളയിൽ കപ്പ പൊളിച്ചുകൊണ്ട് നിന്ന പത്മാവതി കൊച്ചുമകനെ കയറി കൗണ്ടർ അടിച്ചു. ഒന്ന് പതുക്കെ പറയണ്ട അമ്മേ. ആ ചെക്കൻ എങ്ങാനും ഇത് കേട്ടോണ്ട് വന്നാൽ പിന്നെ അതിൻ്റെ വാല് പിടിച്ചാവും അടുത്ത വഴക്ക്. മകൻ്റെയും അമ്മായിയമ്മയുടെയും തല്ലിൻ്റെ ഇടയിൽപ്പെട്ടു പോകാതിരിക്കുവാൻ ലക്ഷ്മിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അയ്യോടി, പറഞ്ഞാൽ അവൻ എന്നെ മൂക്കി കയറ്റും അല്ല പിന്നെ. പത്മാവതിയിൽ വീണ്ടും പുച്ഛം. അമ്മേ. പെട്ടെന്നാണ് മഹാദേവന്റെ മുറിയിൽ നിന്നും ഉച്ചത്തിലുള്ള അലർച്ച കേൾക്കുന്നത്. എന്താ ദേവാ, എന്തു പറ്റി? ലക്ഷ്മി ചെയ്തുകൊണ്ടിരുന്ന പണി വീണ്ടും പകുതിക്ക് നിർത്തി അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. ഞാൻ അലക്കി തേച്ച് ഇവിടെ വെച്ച എൻ്റെ പാൻറ്റും ഷർട്ടും എവിടെ? ചെക്കൻ്റെ അലറിച്ച മുറിയും കടന്ന അടുക്കള വരെ എത്തി. എൻ്റെ ഈശ്വരന്മാരെ, ചതിച്ചോ? ഈ ചെക്കൻ തേച്ചു വെച്ചിരിക്കുന്ന എടുത്തിട്ടാണോ എൻ്റെ പാക്കരൻ ഇന്ന് കോളേജിൽ പോയത്? പത്മാവതിയുടെ കയ്യിൽ നിന്നും കത്തി താഴെ മുറത്തിലേക്ക് വീണുപോയി. ഒന്ന് പതിയെ പറയ് ദേവാ, അച്ചമ്മ കേട്ട അത് മതി ഇനി അടുത്ത പ്രശ്നത്തിന്. ലക്ഷ്മി മകനെ ശാസിച്ചു. പറയുന്നതാണോ കുറ്റം? അച്ഛൻ കാണിക്കുന്നതിന് ഒരു കുറ്റവും ഇല്ലേ? ഞാനിന്ന് കോളേജിൽ ഇട്ടുകൊണ്ട് പോകാൻ വെച്ച ഷർട്ടല്ലേ ആ ബോണ്ടയുടെ മോൻ എടുത്തിട്ടുകൊണ്ട് പോയത്? മഹാദേവൻ അണപ്പല്ലി ഞെരിച്ചു. പോട്ടടാ, ഒന്നുമില്ലേലും നിൻ്റെ അച്ഛനല്ലേ, ഒന്ന് ക്ഷമിക്ക്. കോളേജിലെ പ്രിൻസിപ്പാള് അച്ഛനോട് നേരത്തെ ചെല്ലാൻ പറഞ്ഞു പോലും. അവർ പണ്ടത്തെ കൂട്ടുകാരല്ലായിരുന്നോ? അതായിരിക്കും. ലക്ഷ്മി മകനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടായിരിക്കുന്നത്, അല്ലായിരുന്നേ. കബോർഡിൽ നിന്നും ഒരു ഷർട്ടും പാൻറ്റും എടുത്തിട്ട് അവനത് ഒന്നേന്ന് തേക്കുവാൻ തുടങ്ങി. നീ അങ്ങോട്ട് മാറ്, ഞാൻ തേച്ചു തരാം. അരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ടവർ തേപ്പ് വെട്ടിക്ക് വേണ്ടി കൈ നീട്ടി. വേണ്ട, അമ്മ പോയി വേറെ വല്ല പണിയും ചെയ്തോ, ഇത് ഞാൻ ചെയ്തോളാം. ലക്ഷ്മിയെ അവൻ തടഞ്ഞു. ദേവാ. മകൻ്റെ വീർത്ത് കെട്ടിയ മുഖം കണ്ടതും അവർക്ക് ചിരിയാണ് വന്നത്. കെട്ടിയോൻ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ വാദിക്കാൻ വേണ്ടിയാണെങ്കിൽ അമ്മ ഇവിടെ നിൽക്കണമെന്നില്ല. വയസ്സ് 19 ഇപ്പോഴും യൂത്താണെന്നാണ് അങ്ങേരുടെ ചിന്ത. മകൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ചെത്തി നടക്കുന്നത്. നാണമില്ല. മഹാദേവൻ തൻ്റെ ദേഷ്യം മുഴുവനും അവൻ്റെ കോട്ടൺ ഷർട്ടിൽ തേച്ച് തീർത്തു. എൻ്റെ പാക്കരൻ 55 വയസ്സായെങ്കിലും നിന്നെപ്പോലല്ല, കണ്ട 30 പോലും പറയില്ല. അവൻ നിൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചെത്തി നടന്നെങ്കിലേ കണക്കായിപ്പോയി. നീ കൊണ്ടുപോയി കേസ് കൊടുക്കുക. എന്നാലും ഒന്ന് ഞാൻ പറയാം, നീ മേടിച്ചു കൂട്ടുന്ന യൂത്തന്മാരുടെ പാൻറ്റും ഷർട്ടും ഒക്കെ എൻ്റെ പാക്കറിന് തന്നെയാണ് ഒന്നുകൂടെ ചേരുന്നത്. അവനേ സുന്ദരനാടാ, സുന്ദരൻ. പൊടുന്നനെ അങ്ങോട്ടേക്ക് കയറി വന്ന പത്മാവതിയുടെ മുഖം കൊച്ചുമകന് നേർക്ക് വലിഞ്ഞു മുറുകി.
ആള് അകത്ത് നടന്ന് അമ്മയുടെയും മകൻ്റെയും സംസാരം നല്ല വ്യക്തമായി കേട്ടു വന്നു സാരം. അമ്മേ, ഈ ബോണ്ടേം വിളിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ വല്ല ചീത്തയും വിളിച്ചു പോകും. അവൻ പത്മാവതിയെ നോക്കി 2 ചാട്ടം ചാടി. ഞാൻ പറയുവടാ, ഞാൻ പറയും. നിനക്ക് നിൻ്റെ അപ്പൻ്റെ സൗന്ദര്യം കണ്ടിട്ടുള്ള കുശുമ്പായത്. അല്ല പിന്നെ. ചെക്കനെ നോക്കി 2 ആട്ടാട്ടിയിട്ട് അവരുരുണ്ടുരുണ്ട് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിങ്ങളുടെ അമ്മായിയമ്മയ്ക്ക് ഞാൻ വല്ല വിഷവും വെക്കും. അല്ലേ, ഇങ്ങനെയുണ്ടോ ഒരു മകൻ ഭ്രാന്ത്? അച്ചമ്മ പോയ വഴിയെ നോക്കി പുച്ഛം വാരി വിതറിയിട്ട് അവൻ ലക്ഷ്മിയുടെ നേരെ തട്ടിക്കയറി. നീ ഒന്ന് പതുക്കെ പറയേണ്ട ദേവാ, ഇനി ഇത് കേട്ടിട്ട് മതി പോയ ആള് തിരിച്ചു വന്ന് നിന്നോട് വഴക്കടിക്കാൻ. അവനെ ലക്ഷ്മി അടുക്കാൻ ശ്രമിച്ചു. ഓ ആയിക്കോട്ടെ, ഒരു യൂത്തിയെ കൊണ്ടും അവരുടെ മോൻ യൂത്തനെ കൊണ്ടും ഈ വീട്ടിൽ ഒരു മനസമാധാനവും ഇല്ല. തേച്ചു മടക്കിയ ഷർട്ട് ബെഡിന് മുകളിലേക്ക് വെച്ചിട്ട് അവൻ തൻ്റെ പാൻറ് കയ്യിലേക്ക് എടുത്തു. നീ ഇത് വിടു കുഞ്ഞെ, എന്നിട്ട് വല്ലതും വന്ന് കഴിക്കാൻ നോക്ക്. രാവിലെ പച്ചക്കറി മേടിക്കാനാണെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയോനാ നീ. ഇത്ര നേരമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അവനെ കരുതലോടെ ശാസിച്ചവർ. എന്നിട്ട് മെല്ലെ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. ബോണ്ടയുടെയും അവൻ്റെ മോൻ്റെയും അഹങ്കാരം ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് അവൻ കോളേജിലേക്ക് പോകുവാനായി ഒരുങ്ങുവാൻ തുടങ്ങി. സെൻറ് അലോഷ്യസ് കോളേജ് എന്നെഴുതിയ കോളേജിൻ്റെ ഗേറ്റും കടന്ന് വൈശാഖിയുടെ ബ്രീസക്കാർ കോളേജ് പാർക്കിങ്ങിലേക്ക് ഇരമ്പിക്കൊണ്ട് ചെന്ന് നിന്നു. റോഡിൽ വെച്ച് മഹാദേവനുമായിട്ടുള്ള വഴക്ക് നടന്നതിനാൽ അതിൻ്റെ ഒരു മൂടിക്കെട്ടൽ അവളിലുണ്ടായിരുന്നു താനും. വണ്ടി ലോക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഇറങ്ങി അവൾ നേരെ കോളേജിന് നേർക്ക് നടന്നു. ഏക്കറുകളോളം പരന്നു കിടക്കുന്ന കോളേജ്. അതിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ പോലും വെവ്വേറെ ആയിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 3-4 നിലകളുള്ള ഒരു പൊതു ലൈബ്രറി ഉണ്ടെന്നതൊഴിച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ബ്ലോക്കുകളും തമ്മിൽ ഒരടുപ്പവും ഉണ്ടായിരുന്നില്ല. കോളേജ് തുറന്ന ദിവസമായതുകൊണ്ട് തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് മുമ്പിലും നവാഗതർക്ക് സ്വാഗതം എന്ന ബാനർ കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു. പലയിടത്തും ചെറിയ ചെറിയ രീതിയിലുള്ള റാഗിങ്ങുകൾ നടക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. എങ്കിലും അതൊന്നും നോക്കാതെ തലകുനിച്ചുകൊണ്ടായിരുന്നു പെണ്ണിൻ്റെ നടപ്പ്. അഡ്മിഷൻ എടുക്കാൻ വന്ന അന്ന് സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റ് കണ്ട ഒരു ഊഹം വെച്ചുകൊണ്ട് തന്നെ അവൾ തൻ്റെ ക്ലാസ് ലക്ഷ്യമാക്കി നടന്നു. സയൻസ് ബ്ലോക്കിൻ്റെ പിന്നിലായിട്ടുള്ള ബ്ലോക്കാണ് ഹിസ്റ്ററി ബ്ലോക്ക്. അന്ന് വന്നപ്പോൾ ലാൻഡ്മാർക്ക് നോക്കി വെച്ചതുകൊണ്ട് തന്നെ അവൾ തപ്പലും തടയിലും ഏതും കൂടാതെ സ്വന്തം ക്ലാസ്സിന് മുമ്പിൽ ചെന്നെത്തി. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിന് തൊട്ടടുത്തായിട്ടാണ് ഫസ്റ്റ് ഇയർ ഹിസ്റ്ററി ബാച്ച് സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ്. അതുകൊണ്ട് തന്നെ അധികം തേടി കണ്ടെത്തേണ്ട ആവശ്യം വൈശാഖിക്ക് വന്നില്ല താനും. അവൾ സകല ദൈവങ്ങളെയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ വലതുകാൽ വെച്ചുകൊണ്ട് ആ ക്ലാസ്സിലേക്ക് കയറി. കുറേയേറെ പിള്ളേർ വന്നിരിപ്പുണ്ടായിരുന്നു. ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും പുതിയ ആൾക്കാർ ആയതുകൊണ്ടും അവൾ മാത്രം പുറത്തു പഠിച്ചു വന്ന കുട്ടി ആയതുകൊണ്ടും വൈശാഖിക്ക് എല്ലാവരോടും ഓടി നടന്ന് മിണ്ടുവാൻ വല്ലാത്തൊരു ചമ്മൽ തോന്നിപ്പോയി. എങ്കിലും അവൾ മെല്ലെ നടന്നു ചെന്ന് 3-ാമത്തെ റോയിലെ കാലിയായ ബെഞ്ചിൽ ചെന്നിരുന്നു. അപ്പോഴേക്കും ചില പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ മുൻകൈയെടുത്ത് അവളോട് സംസാരിക്കുവാനായി അടുത്തേക്ക് ചെന്നിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും എല്ലാവരുടെയും സംസാരിക്കുകയും കൂട്ടാവുകയും ഒക്കെ ചെയ്തിരുന്നവൾ അപ്പോഴേക്കും ബെല്ലും അടിച്ചിരുന്നു. കോളേജ് പ്രയറും കഴിഞ്ഞ് വെറുതെ അടുത്തിരിക്കുന്ന കൂട്ടുകാരോട് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഉടനെ ഒരാൾ ക്ലാസ്സിനുള്ളിലേക്ക് കയറി വരുന്നത് പോലെ അവൾക്ക് തോന്നിയത്. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഐ ആം ഭാസ്കർ, ബാലഭാസ്കർ, നിങ്ങളുടെ ഹിസ്റ്ററി ടീച്ചർ. അപ്പോൾ എങ്ങനെയാ, എല്ലാവരും പൊളിക്കുമല്ലേ? അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വന്ന അവനിലായിരുന്നു കുട്ടികളുടെ 2 കണ്ണുകളും. അവർ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നുപോയി. ഈ സ്റ്റോറി ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ സ്റ്റോറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത പാർട്ടുമായി നാളെ കാണാം എന്ന് നിങ്ങളുടെ സ്വന്തം മൈഥിലി മിത്ര.